യെസ്, അങ്ങനെ നമ്മൾ ഫ്രേസൽ വെർബിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കൂടി കിടക്കുകയാണ്. പാർട്ട് 4, പാർട്ട് 3 വരെ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വേർഡ് പുൾ ത്രൂ എന്ന് പറയുന്ന വേർഡാണ്. പുൾ ത്രൂ എന്താ ഈ പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടതിന് മുമ്പ്? ഒരു സുഖക്കേടിനെ തരണം ചെയ്യാം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇൽനെസ്, രോഗമുണ്ടെങ്കിൽ ആ ഇൽനെസ്സിൽ നിന്നും ഗെറ്റ് ബെറ്റർ ആവുക, ടു ഗെറ്റ് ബെറ്റർ ആഫ്റ്റർ ഇൽനെസ്. ഒരു രോഗത്തിൽ നിന്ന് മുക്തി നേടുമ്പോഴാണ് നമ്മൾ പുൾ ത്രൂ എന്ന് പറയുക, അതിനെ അതിജീവിക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഐ റിക്വസ്റ്റ് എവ്രിവൺ ടു join to the stage. Everybody, please join to the stage. Okay, മേരി, ഇനി ആരൊക്കെ എല്ലാവരും ഇങ്ങോട്ട് ജോയിൻ ചെയ്തേ സ്റ്റേജിലേക്ക്? അനിൽകുമാർ, ആതിര വന്നു, കാണുന്നില്ല സ്റ്റേജിലേക്ക് ഉണ്ട്. ഓക്കെ, അല്ല പരമാവധി വരാൻ പറ്റുന്നവർക്ക് സ്റ്റേജിൽ വന്നിരിക്കുക കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ലൈവായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ പുൾ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, ഒരു അസുഖത്തെ അതിജീവിക്കലാണ്. ഓക്കെ, അതിജീവിക്കുക, പുൾ ത്രൂ. ഓക്കെ, പുൾ ത്രൂ മറക്കരുത്, പുൾ ത്രൂ. ഗോ ത്രൂ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താ? ഗോ ത്രൂ. രമേരി പറ, ഗോ ത്രൂ. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? മേരി രേഷ്മ, ഗോത്രു എന്ന് പറഞ്ഞാൽ ആതിര പറ. അമീർ, ഗോത്രു എന്ന് പറഞ്ഞാൽ എന്താ മേരി? എക്സാമിൻ അല്ലെ, അല്ലെങ്കിൽ റീഡ് അല്ലെ? റീഡ്, സൂക്ഷ്മമായിട്ട് വായിക്കുക, പരിശോധിക്കുക, റീഡ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. ഓക്കെ, ഗോത്രു. പുള്ളുത്രു എന്ന് പറഞ്ഞാൽ എന്താ? പുൾത്രു സുഖക്കേടിനെ തരണം ചെയ്യുക, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യുക. ഈ സെന്റൻസിന്റെ മീനിങ് പറയാം. ദ ഡോക്ടേഴ്സ് തിങ്ക് ഷീ വിൽ പുൾ ത്രൂ. ഡോക്ടർമാര് വിചാരിക്കുന്നു ആ പെൺകുട്ടി അത് തരണം ചെയ്യുന്നു. ഡോക്ടേഴ്സ് കരുതുന്നു അവർ അല്ലെങ്കിൽ അവൾ അതിനെ, രോഗത്തിന് അതിജീവിക്കും അല്ലെ, അതിനെ തരണം ചെയ്യും. ഓക്കെ, ഗുഡ്. മറക്കരുത്, ഇനി പുൾ ത്രൂ മറക്കാൻ പാടില്ല കേട്ടോ. പുൾ ത്രൂ, ഗോ ത്രൂ ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വേർഡ് നമുക്ക് പുള്ളപ്പാണ്. പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ടി നിർത്തുക, ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് ഇങ്ങനെ സൈഡിലേക്ക് നിർത്തുന്നതിനെയാണ് പുള്ളപ്പ് എന്ന് പറയാം. ഈ പുള്ളപ്പ് നമ്മൾ എക്സസൈസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്, പുള്ളപ്പും പുഷപ്പും ഒക്കെ അല്ലെ, അത് ഓർമ്മ എല്ലാവർക്കും അറിയാം. അപ്പൊ പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എ വെഹിക്കിൾ. ഹി പുൾഡ് അപ്പ് അറ്റ് ദ ട്രാഫിക് ലൈറ്റ്സ്. ട്രാഫിക് ലൈറ്റിന്റെ അടുത്ത് വണ്ടി നിർത്തിയെന്നാണ് പുള്ളപ്പ്. അപ്പൊ പുൾ ത്രൂവും പുള്ളപ്പും മറക്കരുത്. പുൾ ത്രൂ രോഗത്തിന് തരണം ചെയ്യുക, സുഖക്കേടിന്, അസുഖത്തെ ഓവർകം an illness or disease or get better after illness. And next word is pull up. Pull up means to stop a vehicle. And pull down, ഇടിച്ചു തകർക്കുക, ഡിസ്ട്രോയ് എ ബിൽഡിംഗ്. ഒരു കെട്ടിടത്തെ ഇടിച്ചിങ്ങനെ തകർത്തു കളയുക. ദാറ്റ് ഈസ് പുൾ ഡൗൺ. ഇറ്റ്സ് ഈസിയർ ടു പുൾ ഡൗൺ ദാൻ ബിൽഡ്. എന്താ മേരി ഇതിന്റെ അർത്ഥം? It is easier to pull down than build. അത് നിർമ്മിക്കുന്നതിനേക്കാളും എളുപ്പമാണ് നശിപ്പിക്കാൻ. യെസ്, കെട്ടിപ്പടുത്തുണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നശിപ്പിച്ച് കളയാന്നുള്ളത്, അല്ലെ, പൊളിച്ചു കളയാന്നുള്ളത്. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. ഇനി പുൾ ഔട്ട് ഉണ്ട്. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ മൂവ് ഇൻ ടു ട്രാഫിക്. വാഹനം റോഡിൽ നിന്ന് മാറ്റുക. ട്രാഫിക് വാസ് സോ ബാഡ് ദാറ്റ് ഇറ്റ് ടുക്ക് മീ ഏജസ് ടു പുൾ ഔട്ട്. റോട്ടിൽ നിന്ന് വാഹനം നീക്കാൻ ഒത്തിരി സമയം എടുക്കേണ്ടത്, നമ്മാതിരി ട്രാഫിക് ആയിരുന്നു. പുൾ ഔട്ട് അങ്ങനെ പരീക്ഷ ചോദിക്കാറില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. പുൾ അപ്പ് വാഹനം പെട്ടെന്ന് നിർത്തലാണ്. പുൾ ഔട്ട് എന്ന് പറഞ്ഞ വാഹനം റോട്ടിൽ നിന്ന് ഒഴിവാക്കലാണ്, കൊണ്ടുപോവുക, റോട്ടിൽ നിന്ന് നീക്കുക. ഓക്കെ, അതാണ് സംഗതി. പുൾ അപ്പും പുൾ ഔട്ടും ഓർത്തിരിക്കാം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ഐ റിക്വസ്റ്റ് മിസ്റ്റർ അനിൽകുമാർ.
ഈ ചോദ്യം ഒന്ന് വായിച്ചതിന് ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. Several old buildings were pulled to construct new ones before the Olympics. പഴയ ബിൽഡിങ്ങുകളെല്ലാം പുൾ ഡൗൺ അല്ലേ സാറേ? ഇടിച്ച് തകർത്തിട്ട് ഒളിമ്പിക്സിന് വേണ്ടി പുതിയ പുൾ ഡൗൺ, പൊളിച്ചു കളയുക, ഇടിച്ച് തകർക്കുക അല്ലെ. 2022 ഒരു ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യമാണ്. അപ്പൊ ഇത് പണ്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ അടുത്തും ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇടിച്ചു തകർക്കുക അല്ലെ. ഗുഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇതും കൂടെ പറഞ്ഞോളൂ മിസ്റ്റർ അനിൽകുമാർ. ഐ ആം ഷുവർ ഇൻ ഹി വിൽ പുൾ ത്രൂ ആണ് സാറേ ഫ്രം ദിസ് ക്രൈസിസ്. ഈ ഒരു ക്രൈസിസിനെ, ഈ ഒരു പ്രതിസന്ധിനെ തരണം ചെയ്യും. അപ്പൊ നമ്മള് രോഗത്തിൽ നിന്ന് മുക്തി നേടുക എന്ന് മാത്രമല്ല, തരണം ചെയ്യുക എന്ന അർത്ഥം കൂടിയും പുൾ ത്രൂനുണ്ട് അല്ലെ. തരണം ചെയ്യുക, പുൾ ത്രൂ ഫ്രം ദിസ് ക്രൈസിസ്. യെസ്, ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യും. ഓക്കെ, അടുത്തത് പറഞ്ഞോ. Without careful, missing the patient cannot pull through തന്നല്ല സാറേ. വിത്തൗട്ട് കെയർഫുൾ ചെയ്യാതെ, ശുശ്രൂഷ ചെയ്യാതെ ഒരാളെ രോഗത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, തരണം ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല, പുൾ ത്രൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു മിസ്റ്റർ അനിൽകുമാർ. സോ ആതിര സർ ആൻസർ വായിച്ച ആൻസർ പറഞ്ഞേ. സാർ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. സാർ ഒരു എക്കോ വരുന്നത് പോലെ തോന്നുന്നു, അതെന്താ? എനിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും ഉണ്ടോ? ഞാൻ സംസാരിക്കുമ്പോഴാണോ വരുന്നത്? ഇപ്പൊ ഇല്ല, കുറച്ചു നേരം മുമ്പ് ഉണ്ടായിരുന്നു സാർ സംസാരിക്കുമ്പോ. അനിൽകുമാർ സംസാരിച്ചപ്പോഴല്ലേ? ഇപ്പം ക്ലിയറാ. അനിൽകുമാർ സംസാരിക്കുമ്പോൾ ഒരു എക്കോ, ഒരു ഒച്ച, എനിക്ക് തോന്നുന്നു അനിൽകുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആവാനും സാധ്യത. ഓക്കെ, ഇതിന്റെ ആൻസർ പറ. The car pulled dash before the front door. Pull out ഇല്ലല്ലോ, pull up. അങ്ങനെ പറഞ്ഞാ ഫ്രണ്ട് ഡോറിന്റെ വണ്ടി നിർത്തി അല്ലെ. നിർത്തുക എന്നതിന്റെ ഫ്രേസൽ വെർബ് എന്താ? വണ്ടി നിർത്തുക, പുൾ അപ്പ് അല്ലെ. പുൾ അപ്പ് മറക്കാൻ പാടില്ല കേട്ടാ. ഓക്കെ, ഗ്രേറ്റ്. അടുത്തത്. The government has decided to dash all unauthorized buildings. Pull down വരും. പൊളിച്ച് തകർക്കുക അല്ലെ. ഓക്കെ, പുൾ ഡൗൺ. പിന്നെ എന്താ ചോദിക്കാൻ വന്നേ? ഈ പുള്ളപ്പിന് പകരേ കോളപ്പാണെങ്കിലോ അതിന്റെ മീനിങ് എന്താ? കോളപ്പ് പറഞ്ഞേ സാറേ, ഒന്ന് കോളപ്പ് ചെയ്ത് നോക്ക്. ഓർത്തെടുക്കുക. കോളപ്പ് റിമെമ്പർ എന്ന അർത്ഥമുണ്ട്. പിന്നെ ഫോൺ വിളിക്കുക, ഇൻവൈറ്റ് എ പേഴ്സൺ. കോളപ്പ് അല്ലെ. പിന്നെ ഇൻവൈറ്റ് എ പേഴ്സൺ, അത് കോളപ്പോൺ. ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഔദ്യോഗികമായി ഇൻവൈറ്റ് ചെയ്യാം. ഇത് കോളപ്പ് കോളപ്പ് ഇങ്ങോട്ട് വിളിക്കുക, ഇൻവൈറ്റ്. ഇൻവൈറ്റ് സമ്മൺ എന്ന് പറഞ്ഞില്ലായിരുന്നു സാറേ? ഉണ്ട്. ഇൻവൈറ്റ്, കോളപ്പ് അല്ലെ, ഒരാളെ ഇങ്ങോട്ട് വിളിക്കുക. മെയിൻ ആയിട്ടുള്ള അർത്ഥം റിമെമ്പർ ആണ്. ഇതാണ് എപ്പോഴും എക്സാമിന് വരിക. ഓർമ്മിക്കുക, റിമെമ്പർ, ഓർത്തെടുക്കുക. റിക്കളക്ട്, ചിലപ്പോൾ റിക്കളക്ട് ആയിരിക്കും വരിക ഓപ്ഷനിൽ. റിക്കളക്ട് ഓർ റിമെമ്പർ. ഓക്കെ, ഓർമ്മിച്ചെടുക്കുക. കോളപ്പ്. പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളപ്പ് പെട്ടെന്ന് വണ്ടി നിർത്തുക, സ്റ്റോപ്പ് വെഹിക്കിൾ അല്ലേ. ഇനി പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ടപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുട്ടപ്പ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇല്ല. ഇപ്പൊ പഠിക്കുക. കൈ ഉയർത്തുക, അങ്ങനെ. പുട്ടപ്പ് യുവർ ഹാൻഡ്സ് എന്നൊക്കെ പറയില്ലേ? റൈസ് യുവർ ഹാൻഡ്സ്. ഓക്കെ, ഇനി പുൾ ഡൗൺ നമ്മൾ പഠിച്ചു അല്ലേ?
ഇനി നമ്മൾ പുച്ഛത്തോടെ കാണുക എന്നതിന് ഇംഗ്ലീഷിൽ എന്തോ പഠിച്ചിരുന്നല്ലോ? ലുക്ക് ഡൗൺ അപ്പോൺ, ലുക്ക് ഡൗൺ ഓൺ. ലുക്ക് ഡൗൺ, ലുക്ക് ഡൗൺ അപ്പോൺ, പുച്ഛത്തോടെ കാണുക. ലുക്ക് ഡൗൺ അപ്പോ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ അല്ലേ? ഇതിന്റെ ആൻസർ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു. 65ാമത്തെ ചോദ്യം. The mansion was pulled down to make way for housing complex. The word italicsed means broken. Broken over. മാൻഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, മാളിക. ആ മാളിക എന്ത് ചെയ്തു? പുൾഡ് ഇടിച്ചു തകർത്തു. ടു മേക്ക് വേ ഫോർ ഹൗസിംഗ് കോംപ്ലക്സ്. ഹൗസിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇടിച്ചു തകർത്തു. അപ്പൊ ഇതിൽ ഏതാ വേർഡ് ഓപ്ഷൻ? ഇടിച്ചു തകർത്തു എന്നുള്ളത് ഡിമോളിഷ്ഡ് ആണോ വരിക? യെസ്, ഡിമോളിഷ്ഡ്. ഡിമോളിഷ്ഡ്, കൺസ്ട്രക്ട് നിർമ്മിക്കുക, ഡിമോളിഷ് തകർക്കുക. ഓക്കെ, അപ്പൊ പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുക. ഓക്കെ, ഡിമോളിഷ് ചെയ്യുക. ഓക്കെ സാർ, അവിടെ ബ്രോക്കൺ വരാൻ ചാൻസ് ഉണ്ടോ സാറേ? ബ്രോക്കൺ ഇല്ല. ബ്രോക്കൺ എന്ന് പറഞ്ഞാല് അങ്ങനെ, ബ്രോക്കൺ എന്ന് പറഞ്ഞാല് ബ്രോക്കൺ ഡൗൺ എന്നാണ് പറയാ. ബ്രോക്കൺ ഡൗൺ. അപ്പൊ ആ ബ്രോക്കൺ ഡൗൺ ഒരു ഫ്രേസൽ വെർബാണ്. ബ്രോക്ക് ഡൗൺ, ബ്രേക്ക് ഡൗൺ, തകർക്കുക. ഓക്കെ, ഇത് ബ്രോക്കൺ ഡൗൺ എന്നാണെങ്കിൽ ഉത്തരവായിരുന്നു. ഓക്കെ, അനിൽകുമാർ അല്ലെ ഡൗട്ട് വെച്ചേ? ഓക്കെ സാർ, ഞാൻ അപ്പൊ തന്നെ ഓഫ് ചെയ്ത് തരാം. എക്കോ ഉണ്ട്. എന്നാ അനിൽകുമാറാണോ നിൽക്കും ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് പോ. Select the most appropriate option to substitute the underlined segment in the given sentence. If no substitution is required, select no substitution. After the old building was pulled out, the building contractors surveyed the progress of the work. Sir, അത് പുൾത്രോ ആവാൻ ചാൻസ് അല്ലേ ഉള്ളൂ സാറേ? പുൾത്രോ after the old building was pulled out. Pulled out എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഭാഗത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എഴുതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഇത് മാറ്റിയിട്ട് വേറെ എഴുതാൻ. അതെ. അപ്പൊ പുൾ ത്രോ ഉണ്ടോ സാറേ? പുൾ ഡൗൺ പുൾ ഡൗൺ ഉണ്ട് സാറേ. പുൾ ഡൗൺ, ഇടിച്ചു തകർക്കുക. After the old building was pulled down, the building contractor surveyed the progress of the work. Pull down sir, pull down, ഇടിച്ചു തകർക്കുക. Pull down. Okay, thank you. Okay, അപ്പൊ നിങ്ങൾ ഏറെക്കുറെ ആ വാക്കുകളെ കുറിച്ച് ധാരണയായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കൂട്ടം വാക്കുകളിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പൈപ്പ് ഡൗൺ ആണ്. ശ്രദ്ധിക്കണേ, നമുക്ക് എക്സാമിന് വന്നേക്കാം. പൈപ്പ് ഡൗൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മീനിങ് ഊഹിക്കാനേ പറ്റുന്നില്ല. പൈപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബി ക്വയറ്റ് എന്നാണ്. നിശബ്ദമാവുക, നിശബ്ദമായിരിക്കുക. ദ ലെക്ചറർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്, ലെക്ചറർ കുട്ടികളോട് ചോദിച്ചു ടു പൈപ്പ് ഡൗൺ ആൻഡ് പേ അറ്റൻഷൻ, ഉണ്ടാതിരിക്കാൻ, എന്ന് ശ്രദ്ധിക്കാൻ. അപ്പൊ പൈപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. പൈപ്പ് ഡൗൺ മീൻസ് ബി ക്വയറ്റ്, ബി സൈലന്റ് എന്നാണ്. ബി സൈലന്റ്. എന്നാൽ പൈപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ടു സ്പീക്ക് ഔട്ട്, സ്പീക്ക് അപ്പ്, റേസ് യുവർ വോയിസ്. ടു സ്പീക്ക് റേസ് യുവർ വോയിസ്, ശബ്ദമുയർത്തുക, സംസാരിക്കുക. പൈപ്പ് അപ്പ്, പൈപ്പ് ഡൗൺ, പൈപ്പ് അപ്പ്, പൈപ്പ് ഡൗൺ, പൈപ്പ് അപ്പ്. മേരി രേഷ്മ പ്ലീസ്, പൈപ്പ് അപ്പ്. സർ, ടു സ്പീക്ക് അല്ലെങ്കിൽ റേസ് യുവർ വോയിസ്, ശബ്ദമുയർത്തുക. പൈപ്പ് ഡൗണോ? ബി ക്വയറ്റ്. എന്നാ വേഗം പൈപ്പ് ഡൗൺ പ്ലീസ്, പൈപ്പ് ഡൗൺ കേട്ടോ, മ്യൂട്ട് ആക്കിയോ. അപ്പൊ അത് പഠിച്ചു. സോ ഐ റിക്വസ്റ്റ് മിസ്റ്റർ ആദിര ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. The noisy crowd was told to pipe down during the lecture. Calm down. Yes, very good. Calm down. അടുത്തതിന്റെ ഉത്തരം. The manager had to ask the employees to pipe down during the important client meeting. Calm down. Very good. Thank you. Thank you, sir. ഇനി മിസ്റ്റർ അനിൽ കുമാർ ഇതിന്റെ ആൻസർ പറ. Sir, during the brainstorming section, a main member
A team member decided to pipe up ശബ്ദമുയർത്തി സംസാരിക്കുമെന്നല്ലോ സാറേ. അപ്പൊ സ്റ്റേ ക്വൈറ്റ്, സ്പോക്കൺ, ലീവ് ദ റൂം, സ്പീക്കപ്പ് എന്നല്ലോ സാറേ, കോൺട്രിബ്യൂട്ട് ഓഫ് സ്പീക്കപ്പ്. ഓപ്ഷൻ ബി അല്ലേ? കോൺട്രിബ്യൂട്ട് ഓപ്ഷൻ ബി. യെസ്, ഡിസൈഡ് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത കൂട്ടം വാക്കുകളിലേക്ക് കിടക്കുന്നു. പാസ് അവേ. പാസ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക, ഡൈ. ഹി അൺഫോർച്ചുനേറ്റ്ലി പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ. അദ്ദേഹം നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. പിന്നെ പാസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാതെ വിട്ടുകളയുക, അവഗണിക്കുക. പാസ് ഓവർ, ടു അവോയ്ഡ് ഡിസ്കസിങ് ഓർ ഇഗ്നോർ എ പർട്ടിക്കുലർ സബ്ജക്ട്. ഡ്യൂറിംഗ് ദ ഫാമിലി ഡിന്നർ കഴിക്കുന്ന സമയത്ത് സാറ ഡിസൈഡഡ് ടു പാസ് ഓവർ ദ സെൻസിറ്റീവ് ടോപ്പിക് ഓഫ് എ റീസെന്റ് ജോബ് ലോസ് ടു കീപ് ദ അറ്റ്മോസ്ഫിയർ ചിയർഫുൾ. തന്റെ ജോലി നഷ്ടപ്പെട്ട വിഷയം പാസ് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു സാറ. അതായത് അവഗണിക്കാൻ, ഇഗ്നോർ ചെയ്യാൻ, പറയാതിരിക്കാൻ, സംസാരിക്കാതെ വിട്ടുകളയാൻ. കാരണം അവിടുത്തെ ഒരു സന്തോഷകരമായ അറ്റ്മോസ്ഫിയർ കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ മിസ് ആതിര, ആൻസർ പറ. Her mother dash last year. Pass away. Passed away. Option B, passed away. മരിച്ചുപോയി അല്ലേ കഴിഞ്ഞ കൊല്ലം? ഓക്കെ, എന്നാൽ ഒന്നര ഇതുകൂടെ പറഞ്ഞോ ആതിര. Sex is a subject he prefers to pass over ആയിരിക്കും. Pass over. പാസ് ഓവർ എന്ന് പറഞ്ഞാല് സംസാരിക്കാതെ വിട്ട് കളയുക. അപ്പൊ അവര് സെക്സ് എന്ന് പറയുന്ന വിഷയം അവര് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പാസ് ഓവർ. ഓക്കെ, താങ്ക് യു. മേരി. Sir, in the staff meeting, the manager chose to dash the issue of budget cuts, focusing instead on upcoming projects. Pass over. എന്താ അതിന്റെ ഉദ്ദേശത്തോടെ? മാനേജർ മീറ്റിംഗില് മാനേജർ ഇതിനെ കുറിച്ച് സംസാരിക്കാതെ, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. യെസ്, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത വേർഡ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈവ് കാണുന്ന കുട്ടികളോട് പറയാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റേജിലേക്ക് വരാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ അനിൽകുമാർ, ആതിരി, മേരിയൊക്കെ ഉള്ളതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗം സ്റ്റേജിൽ വന്നോ. ഞാൻ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ സ്റ്റേജിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കണ്ട, നിങ്ങൾ അതിന് അവിടെ കൺവീനിയന്റ് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കും. So I request every one of you to join to the stage. Anil Kumar, where are you? Please come back to the stage. So everybody, okay, in order to keep active this session, I need your kind support. So I request every one of you to join the stage, okay? Yes, pack up. What is pack up? Pack up means to stop doing something or conclude. അവസാനിപ്പിക്കുക, സാധനങ്ങൾ പൊറുക്കി കെട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. പാക്കപ്പ് ചെയ്യുക. നമ്മൾ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ പാക്കപ്പ് ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? യു ഷുഡ് പാക്കപ്പ് സ്മോക്കിംഗ്. നീ സ്മോക്കിംഗ് അവസാനിപ്പിക്കണം, പാക്കപ്പ് ചെയ്യണം. ഇറ്റ്സ് ടൈം ടു പാക്കപ്പ്, ലെറ്റ്സ് ഹാവ് ലഞ്ച്. പാക്ക് ചെയ്യാൻ സമയമായി, അത് ലഞ്ച് കഴിക്കാം എന്ന രൂപത്തിൽ. യെസ്, പാക്കപ്പ്. സോ മേരി, എന്റെ ഉത്തരം പറഞ്ഞേ. Sir, the movie shoot had to pack up earlier than planned due to unforeseen technical difficulties. Conclude, sir. കൺക്ലൂഡ്. ഷൂട്ടിംഗ് കൺക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? ചെയ്തതിന് മുന്നേ കൺക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു. ടെക്നിക്കൽ ഡിഫിക്കൽറ്റ്സ്, അതായത് കണക്കാക്കാൻ പറ്റാത്ത ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം. യെസ്, ഇനി നമ്മൾ അടുത്ത വേർഡിലേക്ക് പോവാണ്. പുട്ടോൺ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് പുട്ടോൺ. എനിക്ക് തോന്നുന്നു PSC ചോദിച്ച ഏറ്റവും അധികം ചോദിച്ച ഒരു ഫ്രേസൽ വെർബ് ഇതാണ്, പുട്ടോൺ. ധരിക്കുക, വെയർ. ഷി പുട്ട് ഓൺ ഹെർ കോട്ട് ആൻഡ് വെന്റ് ഓൺ. കോട്ട് ധരിച്ച് പുറത്തു പോയി, വെന്റ് ഔട്ട്. ഷി പുട്ട് ഓൺ ഹെർ കോട്ട് ആൻഡ് വെന്റ് ഔട്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതും സ്ഥിരം പരീക്ഷയിൽ ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. പോസ്റ്റ് പോൺ, മാറ്റി വെക്കുക. ദ വെഡിങ് വാസ് പുട്ട് ഓഫ്. വെഡിങ് മാറ്റി വെച്ചു. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആണ്, കെടുത്തുക. ഫയർ ഫൈറ്റേഴ്സ് പുട്ട് ദ ഫയർ ഔട്ട്. തീ കെടുത്തി. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ പണം നീക്കി വെക്കുക. ടു കീപ് ഓർ സേവ്. വി പുട്ട് സം മണി aside every month for our retirement. എല്ലാ മാസവും ഞാൻ റിട്ടയർമെന്റിന് കുറച്ച് പൈസ ഞങ്ങൾ പുട്ട് aside ചെയ്യുന്നു, മാറ്റി വെക്കുന്നു. ഇനി പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറെ അർത്ഥമുണ്ട് പുട്ട് ഡൗൺ. ശ്രദ്ധിക്കണേ. ഒന്ന്,
കീപ് ഡൗൺ താഴെ വെക്കുക, 2 റൈറ്റ് ഡൗൺ എഴുതിയെടുക്കുക, 3 ടു സപ്രസ് അടിച്ചമർത്തുക, 4 കിൽ എ ഡേഞ്ചറസ് ആനിമൽ അപകടകാരിയായ ഒരു ജീവിയെ കൊന്നുകളയുക, 5 പേ എ സ്പെസിഫൈഡ് സം ആസ് എ ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത തുക നിക്ഷേപമായി അടയ്ക്കുക. പ്രശ്നമായില്ലേ? സോറി, വീണ്ടും സോറി. ഓക്കെ, ആതിര എന്തൊക്കെയാ പുട്ട് ഡൗണിന്റെ അർത്ഥങ്ങൾ ഒന്ന് പറഞ്ഞേ. പുട്ട് ഡൗൺ താഴെ വെക്കുക, കീപ് ഡൗൺ, റൈറ്റ് ഡൗൺ. ഒന്ന് കീപ് ഡൗൺ, പിന്നെ രണ്ടാമത്തത് റൈറ്റ് ഡൗൺ എഴുതിയെടുക്കുക. ആ, മൂന്നാമത്തെ ടു സപ്രസ് അടിച്ചമർത്തുക. ആ, നാലാമത്തത് ടു കിൽ എ ഡേഞ്ചറസ് ആനിമൽ അപകടകാരിയായ ജീവിയെ കൊന്നുകളയുക. ആ, അഞ്ചാമത്തത് പേ എ സ്പെസിഫൈഡ് സം ആസ് എ ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത തുക നിക്ഷേപമായി അടയ്ക്കുക. ഓക്കെ, ഇത്രയും മീനിങ് അതിനുണ്ട്. ഓക്കെ, താങ്ക് യു. ഹീസ് ടു സ്റ്റൂപ്ഡ് ആൻഡ് പുട്ട് ഡൗൺ ഹിസ് ഗൺ. ഇത് കുനിഞ്ഞിട്ട് തോക്ക് താഴെ വെച്ചു, പുട്ട് ഡൗൺ ചെയ്തു. പിന്നെ പുട്ട് ഡൗൺ യുവർ നെയിം ഇൻ ദ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പേര്. ദ മിലിറ്ററി പുട്ട് ഡൗൺ എ റിബല്യൻ. അതിന്റെ അർത്ഥം എന്താ? റിബല്യൻ എന്ന് പറഞ്ഞാൽ ലഹള. സൈന്യം ഒരു ലഹള. ഫറാദിര സൈന്യം ഒരു ലഹള അടിച്ചമർത്തി. ഓക്കെ, ദേ ബിലീവ് പുട്ടിംഗ് ഡൗൺ ഡോഗ്സ് ഇസ് റോങ്. നായകളെ പുട്ട് ഡൗൺ ചെയ്യുന്നത് തെറ്റാണ് അല്ലേ? കൊന്നുകളയുന്നത്. ഹി പുട്ട് 1000 ഡൗൺ ആൻഡ് പെയ്ഡ് ദ റെസ്റ്റ് ഓഫ് 6 months. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പുട്ട് 1000 ഡൗൺ, പുട്ട് ഡൗൺ 1000 രൂപ അല്ലേ നിക്ഷേപിച്ചു 6 മാസത്തേക്ക്. യെസ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. മൈ റിക്വസ്റ്റ് മേരി. സർ, ചോദ്യത്തിലേക്ക് പറയല്ല, സോറി, ചോദ്യം ആയിട്ടില്ല കേട്ടോ, അവിടെ നിന്നൊക്കെ. ഇനി പുട്ട് ഫോർവേഡ് ഞാൻ മുന്നോട്ട് വെക്കുക, ഒരാശയം മുന്നോട്ട് വെക്കുക, സജസ്റ്റ് ചെയ്യാം. പുട്ടപ്പ് വിത്ത് എന്ന് സഹിക്കുക. PSC ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. എപ്പോഴും അടുത്ത കാലത്ത് കഴിഞ്ഞ LPP ചോദിച്ച സംശയമുണ്ട്. ടോളറേറ്റ്, സഹിക്കുക. ഐ കാൻ പുട്ടപ്പ് വിത്ത് ഇറ്റ് എനി ലോങ്ങർ. പിന്നെ പുട്ടപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുട്ടപ്പിന് കുറെ മീനിങ്സ് ഉണ്ട്. ഒന്ന് റേസ്, ഉയർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൈ ഉയർത്തുക. പുട്ടപ്പ് യുവർ ഹാൻഡ്സ്. പിന്നെ ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരാശയം മുന്നോട്ട് വെക്കുക. അത് ഈ പറഞ്ഞില്ലേ, പുട്ട് ഫോർവേഡ്, ഇതേ മീനിങ് തന്നെയാണ് പുട്ടപ്പിനുണ്ട്, ടു സജസ്റ്റ് ആൻ ഐഡിയ. പിന്നെ ടു ബിൽഡ് സംതിങ്, എന്ത് കെട്ടി ഉയർത്തുക. പിന്നെ ടു ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്, ഒരു കാര്യം ഒരു സ്ഥലത്ത് ഒട്ടിക്കുക. പുട്ടപ്പ് ദ നോട്ടീസ്. ടു സ്റ്റേ സംവെയർ ഫോർ നൈറ്റ്, ഒരു രാത്രി ഒരു ദിവസത്തേക്ക് വേണ്ടി തങ്ങുക. അങ്ങനെ പറയാം. ടു റൈസ്, ഉയർത്തുക. ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരാശയം മുന്നോട്ട് വയ്ക്കുക. ടു ബിൽഡ് സംതിങ്, എന്തെങ്കിലും ഒരു സംഗതി കെട്ടി ഉയർത്തുക. ടു ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്, ഒരു സംഗതി ഒരു സ്ഥലത്ത് ഒട്ടിക്കുക. ടു സ്റ്റേ സംവെയർ ഫോർ എ നൈറ്റ്, ഒരു രാത്രിക്ക് വേണ്ടി എവിടെയെങ്കിലും താങ്ങുക. വളരെ പ്രധാനം, ഇതെല്ലാം മീനിങ് പ്രധാനപ്പെട്ടതാണ് പുട്ടപ്പ് വെച്ചിട്ട്. അപ്പൊ മേരി, ഏതൊക്കെയായി പുട്ടപ്പിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. സർ, ടു റേസ്, ഉയർത്തുക. ടു സജസ്റ്റ് ആൻ ഐഡിയ, ആശയം മുന്നോട്ട് വെക്കുക. ടു ബിൽഡ് സംതിങ്, കെട്ടി ഉയർത്തുക. ടു ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്, ഒട്ടിക്കുക അല്ലെങ്കിൽ പതിക്കുക. ടു സ്റ്റേ സംവെയർ ഫോർ ദി നൈറ്റ്. യെസ്, താൽക്കാലികമായിട്ട് ഹോട്ടലിൽ താമസിക്കുക അല്ലേ? ഉണ്ടോ? വി പുട്ടപ്പറ്റ് ഹോട്ടൽ, ഞങ്ങളൊരു ഹോട്ടലിൽ താമസിച്ചു. പുട്ടപ്പ്, സ്റ്റേ ചെയ്തു. ഹി പുട്ടപ്പ് എ നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ? ഹി പുട്ടപ്പ് എ നോട്ടീസ്, അവിടെ ഒട്ടിക്കുക, നോട്ടീസ് ഒട്ടിച്ചു. മൈ നെയ്ബർ പുട്ടപ്പ് ഫെൻസ്, ഫെൻസ് വേലി. അപ്പോ ഞങ്ങളുടെ നെയ്ബർ വേലി കെട്ടി ഉയർത്തി. യെസ്. ഇനി ഐ പുട്ടപ്പ് എ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. യെസ്. ഇനി ദ ഫ്ലാഗ് പുട്ടപ്പ്
Sorry, they put up a Flag flag. ഉയർത്തി. Yes. Flag ഉയർത്തി. Good. Okay, thank you. ഇനി നമ്മൾ അടുത്ത വേർഡ് പുട്ടുപയ്യ. പുട്ടുപയ്യ എന്ന് പറഞ്ഞാൽ പണം ശേഖരിച്ചു വെക്കുക. പുട്ട് ബൈ, സേവ് മണി. നമ്മൾ പുട്ട് അസൈഡ് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ്, അതേ മീനിങ് ആണ് പണം നീക്കി വെക്കുക. പുട്ട് ബൈ, പുട്ട് അസൈഡ്. ഇനി പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുക. ടു കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ട് അക്രോസ്, ടു കമ്മ്യൂണിക്കേറ്റ്, പുട്ട് അക്രോസ്. ഇനി ലാസ്റ്റ് പുട്ട് ആൻ എൻഡ് ടു, അവസാനിപ്പിക്കുക. ഇത്രയും വാക്കുകൾ പുട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോണേ. ഇതെല്ലാം പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട വേർഡുകളാണ്. ഒന്ന് പുട്ടോൺ. പുട്ടോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. ധരിക്കുക, മറക്കരുത്. പുട്ടോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പുട്ടോൺ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ധരിക്കുക, വസ്ത്രം ധരിക്കുന്നതിനെയാണ് നമ്മൾ പുട്ടോൺ എന്ന് പറയാം. ഓക്കെ, അത്രയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പുട്ടോൺ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് പുട്ടോൺ. പിന്നെ പുട്ട് ഓഫ് ആണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക എന്നാണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെടുത്തുക എന്നാണ്. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം നീക്കി വെക്കുക, കീപ് ഓർ സേവ് എന്നാണ്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറെ അർത്ഥമുണ്ട്. താഴെ വെക്കുക, എഴുതിയെടുക്കുക, സപ്രസ് അടിച്ചമർത്തുക, കിൽ എ ഡേഞ്ചറസ് ആനിമൽ, സ്പെസിഫൈഡ് സം ഓഫ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി പുട്ട് ഫോർവേഡ്, മുന്നോട്ട് വയ്ക്കുക, സജസ്റ്റ് ആൻ ഐഡിയ. പുട്ടപ്പ് വിത്ത് സഹിക്കുക. വെറും പുട്ടപ്പാണെങ്കിൽ റൈസ്, സജസ്റ്റ് ആൻ ഐഡിയ, ബിൽഡ് സംതിങ്, ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്, സ്റ്റേ സംവെയർ ഫോർ എ നൈറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. പുട്ട് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കി വെക്കലാണ്, സേവ് മണി. പുട്ട് അക്രോസ് ആശയവിനിമയം നടത്തലാണ്. ആശയവിനിമയം നടത്തുക. ഇതുണ്ടോ? പുട്ട് ഫോർവേഡ്, ആശയം മുന്നോട്ട് വയ്ക്കുക. പുട്ട് അക്രോസ് ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുട്ട് ആൻ എൻഡ് ടു, അവസാനിപ്പിക്കുക. ഇനി നമുക്ക് ചോദ്യം കൂടെ ചെയ്യുമ്പോൾ സംഗതി കുറച്ചുകൂടെ കളറാവും. ആരൊക്കെയുള്ള? രണ്ടുപേരുള്ള സ്റ്റേജിൽ, വേറെ ആരും വന്നില്ല അല്ലേ? മടിയന്മാര്. ആതിര, ചോദ്യം ഒന്ന് വായിച്ചിട്ട് ആൻസർ പറ. We have to dash the meeting as there is no power supply. നമുക്ക് അവസാനിപ്പിക്കണമെന്ന് മീനിങ് വരണം അല്ലേ? പവർ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ള വാക്കോടെ ഇല്ല. അത് പുട്ടാൻ എൻഡ് ടു ആണ്. വേറെ സൂട്ടബിൾ ആയത് പുട്ടിന്നില്ല. പുട്ടപ്പ് ധരിക്കും. പുട്ടപ്പ് വി ഹാവ് ടു. മീറ്റിംഗ്, എക്സാം ഒക്കെ കണ്ടു നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വരേണ്ട സാധനം ഏതാ? പറ മേരി. പുട്ട് ഓഫ് സർ, പോസ്റ്റ്പോൺ ചെയ്യുക. മാറ്റി വെക്കുക അല്ലേ? പോസ്റ്റ്പോൺ, പുട്ട് ഓഫ്. ഓക്കെ ആതിര, ഓക്കെ. പുട്ട് ഓഫ് ദ മീറ്റിംഗ്. നാദിര, അടുത്തതിന്റെ ഉത്തരം പറ. ലീന ഡാഷ് ന്യൂ ഐഡിയാസ് അബൌട്ട് ന്യൂ ഇയർ. മുന്നോട്ട് വെക്കുക, ആശയം മുന്നോട്ട് വെക്കുക. പുട്ട് ഫോർവേഡ്. ഇനി മേരി പറ അടുത്തത്. Sir, complete the sentence using the right phrasal verb. The meeting has been put dash till tomorrow. Meeting has been put dash till tomorrow. ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് പോസ്റ്റ്പോൺ, മാറ്റി വെക്കുക. Put off. വെരി ഗുഡ്. ഇത് 2022 കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി പരീക്ഷയുടെ ചോദ്യ. അടുത്തത് പറ മേരി. Give the correct phrasal verb for extinguish. Put out, sir. Put out. Very good. അടുത്തത്, her marriage has been dashed till next year. Her marriage has been put off till next year. Good. അപ്പൊ പുട്ട് ഓഫ് എത്ര പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? ഇതും 2022 യെസ്. ഇനി ആതിരേനോട്. He does not dash any misbehavior in his class. He does not dash any misbehavior.
ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ അല്ലെ? ഒരു തരത്തിലുള്ള അനുസരണക്കേടും ക്ലാസ്സിലെ ഇനി കാണിക്കില്ല. എല്ലാം വെച്ച് നോക്കിയേ, ഏതാ സൂട്ടബിൾ നോക്കിയേ. എത്രൂ ഇല്ല. പുട്ടപ്പ് വിത്തും പുട്ട് ഡൗണും നോക്കിയാൽ മതി. പുട്ട് ഡൗൺ ആയിരിക്കും. പുട്ട് ഡൗണോ? അവന് സാധനം പുട്ട് ഡൗൺ വിത്ത് എന്ന് പറഞ്ഞ സാധനം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പുട്ടപ്പ് വിത്തും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഉണ്ട്, സഹിക്കുക. ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക. ഒരു തരത്തിലുള്ള അനുസരണങ്ങളും ക്ലാസ്സിന് മുമ്പിൽ സഹിക്കൂല, ടോളറേറ്റ് ചെയ്യില്ല. അപ്പൊ സോറി മാറിപ്പോയില്ല മാർക്ക് ചെയ്ത്. അപ്പൊ ഏതാ ഓപ്ഷൻ? പുട്ടപ്പ് വിത്ത് ബി അല്ലേ? പുട്ടപ്പ് വിത്ത്. മനസ്സിലായോ ആതിര? പുട്ടപ്പ് വിത്ത് ഞാൻ പറഞ്ഞു PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇപ്പൊ അടുത്ത എനിക്കൊന്ന് കഴിഞ്ഞ LPUPക്ക് ഇത് ചോദിച്ചിട്ടുണ്ടോന്ന് സംശയമുണ്ട്. പുട്ടപ്പ് വിത്ത്, സഹിക്കുക കേട്ടോ. ഓക്കെ, ഇനി മേരി. Choose the correct phrasal verb. We pay a ₹10,000 deposit. Put down ആണോ സാർ? വെരി ഗുഡ്. പുട്ട് ഡൗണിന് അങ്ങനെ അർത്ഥം കുറെ അർത്ഥമുണ്ട്. പുട്ട് ഡൗണിന് ഒന്ന് രണ്ട് അർത്ഥം പറ. കീപ് ഡൗൺ ഉണ്ട്, റൈറ്റ് ഡൗൺ ഉണ്ട്, പിന്നെ ഡേഞ്ചറസ് ആനിമൽസിനെ കില്ല് ചെയ്യുന്നതുണ്ട്, പിന്നെ സപ്രസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മണി നിക്ഷേപിക്കുന്നു. എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പൊ അതാ അവിടെ ചോദിച്ചിട്ടുള്ളത്. LDCക്ക് ചോദിച്ചാ കേട്ടോ. ഓക്കെ. അടുത്തത് ആതിര. The teacher could not tolerate the disturbing attitude of the students. Put up with. Yes. ഇനി മറക്കില്ലല്ലോ. ഇനി അത് മറക്കൂല. put up with means tolerate, സഹിക്കുക. ഇനി അടുത്തത് മേരി. The stranger wore his shirt and started his journey. Put on surveyor. വെയറിന്റെ പാസ്റ്റ് ആണ് വോർ അല്ലേ? ധരിക്കുക. put on. Put on. ഓക്കെ. സോ മിസ്റ്റർ അനിൽ കുമാർ. സാറേ ഹലോ. ഇത് ഞാൻ ആതിരനോട് ചോദിക്കാത്ത ആതിര എന്തായാലും തെറ്റിക്കും ഇത്. അതുകൊണ്ടാണ് ഞാൻ അനിൽകുമാറിനോട് ചോദിക്കുന്നത്. ആൻസർ പറ. ഓ സാറേ ഞാൻ കുറച്ചു നേരം ഉണ്ടായിരുന്നില്ലല്ലോ സാറേ. എന്നാ കുഴപ്പമില്ല. എന്നാ ആതിര പറഞ്ഞിട്ട് തെറ്റിക്കാതിര നോക്കട്ടെ. I can't dash his behavior. Put up with. ശരി, തെറ്റിക്കൂല, വാശിയാ. അതെന്നോട് ആ ക്വസ്റ്റ്യൻ തന്നെയാ വരുന്നത്. മലപ്പുറം ചോദിക്കുന്ന മേരി. Sir, Xavier is probably going to have the cat dash next week. അടുത്ത ആഴ്ച പൂച്ചേനെ കൊന്നുകളയാൻ പോവാ സേവിയർ. Put away. Put away. ഒരു കച്ചറക്കാരൻ. Down. Put down. നമ്മൾ പഠിച്ചില്ല കൊന്നുകളയാ. Put down. Put down. Put down. Have ശരിക്കും put down ഉപയോഗിക്കുമ്പോ have യൂസ് ചെയ്യാറുണ്ട്. have put down. കൊന്നു കളയുക കേട്ടോ. ഈ have ഇല്ലായിരുന്നു പുട്ടക എന്ന് പറഞ്ഞാൽ കൊണ്ടേ കളയാന്ന രൂപത്തിൽ വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. പക്ഷെ have put down എന്ന് പറഞ്ഞാൽ കൊന്നു കളയാം. ഹലോ. ഇനി അടുത്തത് അനിൽ അല്ല സോറി ആരാ? ആതിര. The wedding has been dash until the June. Postpone ചെയ്യാ, put off ചെയ്യാ. മാറ്റി വെച്ചു അല്ലേ? ഓക്കെ, put off. അടുത്തത് it's difficult to dash his rude behavior. Put up with. വെരി ഗുഡ്. ആനി മേരി. Sir, I dash the light. I put out the light. I put out the light. എത്ര പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇതെല്ലാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ഈ പുട്ട് വെച്ചിട്ടുള്ള വാക്കുകളെല്ലാം അല്ലേ? ഓക്കെ. ആതിര. He dashed his new coat and went out for a walk. Put on. Put on, ധരിക്കുക അല്ലേ? ഓക്കെ. അതിന് എന്നെ പറഞ്ഞ അടുത്തതും
Find out the phrasal verb which mean postpone, put off. പുട്ട് ഓഫ് അല്ലെ, പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞാൽ പുട്ട് ഓഫ് ആണ്. ഓക്കെ, ആതിര അല്ല മേരി. Sir, choose the correct phrasal verb. She dashed her uniform. She put up her new uniform. New uniform. ഒന്നുകൂടെ പറ. Sir, തെറ്റി. She dashed her new uniform. She put on her new uniform. പുട്ട് ഓണാ വരിക കേട്ടോ. Sir. On her new uniform. ഇത് എത്ര ആണ് ശരിക്കും തെറ്റാൻ പാടില്ല കേട്ടോ. ഇല്ല sir, ഇല്ല. ഓക്കെ, മേരി എന്ന് പറ. He dashed some useful tips. Put forward some useful tips. He ടിപ്സ് മുന്നോട്ട് വെച്ചു അല്ലേ. ah. ഫോർവേഡ്. ഇനി ആതിര. No wife can dash the torture of her husband. Put up with it. ഇനി ആതിര കാണ്ട് പുട്ടപ്പ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിമോർ. അടുത്തത് മേരി. Sir, choose the verb to fill the blank. The government is dash tag. ഇതെന്താ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം ഒക്കെ വെച്ചിട്ട്. Taxes. ഇതിപ്പോ ആരാ അനിൽകുമാർ ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഓക്കെ, മേരി രശ്മി ഒന്നുകൂടെ പറ ഇതിന്റെ ആൻസർ. Government is sure to dash taxes soon. ടാക്സ് ഉയർത്തലാണ്. അപ്പൊ ഉയർത്തുക എന്നുള്ളതിന് Put up, sir. പുട്ടപ്പ്. മിസ്റ്റർ അനിൽകുമാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിന്റെ ആൻസർ. സാറേ, the manager is very rude. They cannot dash his behavior. The manager is very rude. Put it down. സഹിക്കുക. പുട്ടപ്പൂത്താണോ സാറേ? ഏതാ? പുട്ടപ്പൂത്താണോ? പുട്ടപ്പ് വിത്ത് സഹിക്കുക അല്ലേ. They cannot put up with his behavior. അവന്റെ സ്വഭാവം അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ഇതോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മിസ്റ്റർ അനിൽകുമാർ. They cannot dash the fire. Put off അല്ലേ സാറേ? നീക്കി വെക്കലാണ്, മാറ്റി വെക്കലാണ് പുട്ട് ഓഫ്. അതല്ല, പുട്ട് ഔട്ട് ഓഫ് ചെയ്യുക. പുട്ട് ഔട്ട് കെടുത്തുക. എക്സ്റ്റിംഗ്വിഷ്, ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ എക്സ്റ്റിംഗ്വിഷ്. ഓക്കെ, താങ്ക് യു. മിസ് മേരി. Sir, replace the word in the bold letters with the right phrase chosen from the given below. I cannot tolerate his behavior. Put up with, sir. Yes, put up with. ഓക്കെ, ആതിര എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഓക്കെ, put up with. ഇതിന്റെയോ? I cannot put up with your rudeness anymore. Yes, ഈ പുട്ടപ്പ് വിത്ത് അപ്പൊ എത്ര പ്രധാനപ്പെട്ടെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. എവിടെ നോക്കിയാലും അത് തന്നെ ഉള്ളൂ. എനിക്ക് നമ്മളിത് ചോദിച്ച് ആകെ പുട്ടപ്പ് വിത്തായി അല്ലേ. We cannot put up with. ഇതിന്റെ ആൻസർ പറ. Find the phrasal verb that has the same meaning as a tolerate. Put up with. മടുത്ത്. ഇനി അടുത്തത് ആതിര. Krishna cannot tolerate with his wife. Put up with. വേറെ ചോദ്യമൊന്നുമില്ലേ, മടുത്ത് ചോദിച്ചിട്ട്. അടുത്തത്. He has decided to dash his visit to Chennai. Put off, postpone ചെയ്തു. postpone അല്ലേ. Good. ഇതിന്റെ അവിടെ രാജി plans to dash her new dress on the birthday party. Put on. ഡ്രസ് കണ്ട put on. While in Mumbai, he dashed at a 5-star hotel. While in Mumbai, he dashed at a 5-star hotel. പറ. താൽക്കാലികമായി സ്റ്റേ ചെയ്യുക. പുട്ടപ്പ്. ശ്രദ്ധിക്കണേ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്.
പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രിക്ക് വേണ്ടി താമസിക്കുന്നതിന് പുട്ടപ്പ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പറഞ്ഞോ. I am dash half of my salary every month to buy a house. Put down. പുട്ട് നിശ്ചിത തുക ഡെപ്പോസിറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത്. അപ്പൊ പുട്ട് ഡൗൺ, പൈസ മാറ്റി വെക്കുക. സേവ് മണി എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വാക്ക് പഠിച്ചിട്ടുണ്ട്. പുട്ട് അസൈഡ് ഇല്ല. പുട്ടിംഗ് ബൈ. പുട്ട് ബൈ. യെസ്. The meeting was dashed to a later time. Postponed ചെയ്തു. Put off ചെയ്തു. Put off അല്ലേ? Postpone. Mary. Sir, Mahatma Gandhi appealed to the people to dash the cruelties of British authorities. Appealed to the people to put out, sir. Yes, Mahatma Gandhi. Like put down വരും sir, suppress ചെയ്യും. അവരുടെ ക്രൂരതകളെ put down the cruelties of British authorities. British authority appealed. രണ്ടും വരാം അല്ലേ? Put outും put down രണ്ട് മീനിങ് ഉണ്ട് അല്ലേ? സപ്രസ് എന്ന അർത്ഥത്തിൽ പുട്ട് ഡൗൺ, അവരെ ക്രൂരതകളെ അടിച്ചമർത്തണമെന്ന്. പിന്നെ അവരെ ക്രൂരത സഹിക്കാന്ന് വേണമെങ്കിലും പറയാം അല്ലേ? കൂടുതൽ ശരി നമുക്ക് പുട്ട് ഡൗൺ ആവാനാണ്, പോസിറ്റീവ് മൈനിങ്ങിൽ എടുക്കാനും പുട്ട് ഡൗൺ ആയിരിക്കും. എനിക്കൊന്ന് ചെക്ക് ചെയ്യണത് ഏത് അസിസ്റ്റന്റ് കമ്പനി കോർപ്പറേഷൻ ആൻസർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് രണ്ട് ശരിയാണ് കേട്ടോ. Okay. The riot was put dash by the police. The riot was put. Riot എന്ന് പറഞ്ഞാൽ ലഹള. Put up. അല്ല സർ, put down. പറഞ്ഞില്ലേ പുട്ട് ഡൗൺ. Put down. അതന്നെ അടിച്ചാൽ മതി. പുട്ട് ഡാഷ് ദി ലൈറ്റ് പ്ലീസ്. മിസ് അനിൽകുമാർ പറഞ്ഞത്. അനിൽകുമാർ സാറേ, ഇതിന് ആൻസർ എന്താ? പുട്ട് ഡാഷ് ലൈറ്റ് പുട്ട് ഔട്ട് ആണോ സാറേ? പുട്ട് ഔട്ട്. ലൈറ്റ് അണയ്ക്കാൻ. ലൈറ്റ് ആണ് കെടുത്താൻ. ഇതിന്റെ ആൻസർ പറയാം അനിൽകുമാർ. The officer asked the assistant to. The officer asked the assistant to file post. Put off ആണോ സാറേ? പുട്ട് ഓഫ് എന്തായാലും മാറ്റി വെക്കില്ലല്ലോ, വരില്ലല്ലോ. The officer asked the assistant to ഇത് ഞാൻ പഠിപ്പിച്ചില്ല. പുട്ടിന് പഠിപ്പിച്ചിരുന്നോ? ഇല്ല, പുട്ടിന് മിസ്സായിട്ടുണ്ട്. പുട്ടിന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അപേക്ഷ സമർപ്പിക്കുക അല്ലെ ഫയൽ സമർപ്പിക്കുക. നമ്മുടെ ലിസ്റ്റിലില്ല. ഇല്ല സർ, പുട്ടുന്നില്ല സാർ. ആണോ? അപ്പൊ ഇവിടെ ഒരു വാക്കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. പുട്ടിൻ. പുട്ടിൻ എന്ന് പറഞ്ഞാല് സബ്മിറ്റ്. ഓട്ടെ, സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അവിടെ ആൻസർ വരുന്നത് ആ ചോദ്യത്തില് പുട്ടിൻ സാർ. പുട്ടിനെ വരിക. ഫയൽ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം അല്ലേ? കണ്ടമാനം ചോദ്യം ചോദിച്ചല്ലോ നമ്മൾ അതിനകത്ത്, തീരുന്നില്ല. പുട്ടിൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉത്തരം. We can dash you at a hotel for 2 years. താമസിക്കാം. പുട്ടപ്പല്ലേ സാറേ? പുട്ടപ്പ്. ഓക്കെ. ലിങ്കൻ പുട്ട് ആൻ എൻഡ് ടു സ്ലേവറി. ഇല്ലാതാക്കി. ഇല്ലാതാക്കി. എബോളിഷ്ഡ് കേട്ടോ. ഇല്ലാതാക്കുന്നതിന് അബോളിഷ്ഡ് എന്ന് പറയും.
എന്താ പറയാ? അബോളിഷ്ഡ് ആണോ? അബോളിഷ്ഡ്. യെസ്. ഇനി അടുത്തത്, വേലുത്തമ്പി ദളവ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. വേലുത്തമ്പി ദളവ അതും പുട്ട് ഡൗൺ അല്ലേ സാറേ? പുട്ടിലാണ്, അടിച്ചമർത്തി അല്ലേ? അടിച്ചമർത്തി. ആ ഓക്കെ. അല്ല 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 അടിച്ചമർത്തലല്ല. അല്ല, അവിടെ മീനിങ് കറക്റ്റാവില്ല. കാരണം എന്താ? വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ് ആർമിക്കെതിരെ ഒരു വലിയ ഒരു ഫൈറ്റ് നടത്തി എന്നാ പറയാ, ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ പുട്ടപ്പാണ് പുട്ടപ്പ്. സോറി പുട്ടപ്പ് അല്ലെ? പുട്ടപ്പ് ബ്രേവ് ഫൈറ്റ്, ഉയർത്തി. പുട്ടിലാണെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്ന പറയാം. അടിച്ചമർത്താൻ പറ്റുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, സൂട്ടബിൾ അതാണ്. ഏതാ എക്സാം ഏതാ? സെക്രട്ടറി അസിസ്റ്റന്റ്. ഓക്കെ. ഇനി അടുത്തൊരു പുട്ടപ്പ് വിത്ത് മീൻസ്. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ഇല്ല സാറേ? ടോളറേറ്റ്. അടുത്ത്, ഇറ്റ് took firefighters 4 hours to dash the fire. പുട്ട് ഔട്ട് അല്ലേ സാറേ? പുട്ട് ഔട്ട്. Yes. The decision was dashed till the next meeting. ഡിസിഷൻ വാസ് പോസ്റ്റ്പോൺ അല്ലേ സാറേ? പോസ്റ്റ്പോൺ. Yes. പുട്ട് ഓഫ്. Yes. ഇപ്പോ അടുത്ത മീറ്റിംഗിലേക്ക് മാറ്റി വെച്ചു. മാറ്റി. മേരി പറ. Sir, the decision was dashed till the next meeting. Put off. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നാ. ഓക്കെ. യെസ്, കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.